ധനം ബിസിനസ് മീഡിയയുടെ ഇന്നത്തെ ബിസിനസ് പൾസിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. ആദ്യം കേരളത്തിനുള്ള സന്തോഷ വാർത്തയാകട്ടെ. പാലക്കാട് വൻകിട സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ. വിവിധ സംസ്ഥാനങ്ങളിൽ 12 വ്യവസായ സ്മാർട്ട് സിറ്റികൾ തുടങ്ങാൻ 28,602 കോടി രൂപയാണ് നീക്കിവെക്കുന്നത്. പാലക്കാടിന് 3,806 കോടി. നിർമ്മാണ മേഖലയ്ക്ക് വലിയൊരു ഉത്തേജനമാണിത്. 10 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പദ്ധതിയും കേന്ദ്രമന്ത്രിസഭ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നവർക്കുമുണ്ട് സന്തോഷ വാർത്ത. രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ചായ 0484 കൊച്ചി വിമാനത്താവളത്തിൽ സെപ്റ്റംബർ 1 തുറക്കുകയാണ്. വിമാനത്താവളത്തിൽ നേരത്തെ എത്തിയാൽ മുഷിയേണ്ടി വരില്ല. കുറഞ്ഞ ചെലവിൽ ആഡംബര സൗകര്യം എന്നതാണ് മുദ്രാവാക്യം. യാത്രക്കാർക്കും അല്ലാത്തവർക്കും ലോഞ്ച് ഉപയോഗിക്കാം. കാരുണ്യ ഫാർമസികൾ ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് രോഗികൾക്ക് ലഭ്യമാക്കി തുടങ്ങുകയാണ്. 247 ബ്രാൻഡഡ് മരുന്നുകളാണ് ഇത്തരത്തിൽ ലാഭം കൂടാതെ കാരുണ്യ ഫാർമസിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. വിപണി വിലയിൽ നിന്ന് 26 മുതൽ 96% വരെ വിലക്കുറവ് നൽകുമെന്നാണ് വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുത്ത ഒരു കൗണ്ടറിലായിരിക്കും വിൽപ്പന. പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ. ഇലക്ട്രിക് വാഹന കമ്പം കയറി നിൽക്കുന്ന ഇക്കാലത്ത് ദുബൈയിൽ നിന്നൊരു വാർത്തയുണ്ട്. അവിടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചു. ഇത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് നൽകാൻ കമ്പനികൾക്ക് മടി. മഴ അടിക്കടി പെയ്യുന്നതാണ് കാരണം. വെള്ളപ്പൊക്കം വന്നാൽ EV വണ്ടി കേടാകാൻ സാധ്യത കൂടുതലാണ്. വെള്ളം കയറിയാൽ വില കൂടിയ ബാറ്ററി ആദ്യം ചീത്തയാകും. ക്ലെയിമിന്റെ എണ്ണം കൂടും. കൊച്ചിയിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കപ്പൽ സർവീസ്. അത് പ്രവാസിയുടെ സ്വപ്നമാണ്. സ്വപ്നം യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണോ? അടുത്ത വർഷം ആദ്യം സർവീസ് നടത്താനായേക്കുമെന്നാണ് ഈ യാത്രാ കപ്പൽ പദ്ധതിയുടെ മേൽനോട്ടക്കാരായ കേരള മാരിടൈം ബോർഡിന്റെ പ്രതീക്ഷ. കോഴിക്കോട്ടെ ജബൽ വെഞ്ചേഴ്സ്, ചെന്നൈയിലെ വൈറ്റ് ഷിപ്പിംഗ് എന്നീ കമ്പനികൾ താൽപ്പര്യമറിയിച്ച് കേരള സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഓഹരി വിപണിയിൽ നിഫ്റ്റി ഇന്ന് അത്യുന്നതങ്ങളിൽ പുതിയ റെക്കോർഡിട്ടു. തുടർച്ചയായ 10ാം ദിവസമാണ് പച്ചക്കത്തി ഓഹരി വിപണി ക്ലോസ് ചെയ്തത്. പക്ഷേ ചാഞ്ചാട്ടം പ്രകടവുമാണ്. IT കമ്പനികളുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നഷ്ടത്തിൽ. കേരളത്തിന്റെ കിങ്സ് ഇൻഫ്ര 10% കയറി. 2 ദിവസം അനങ്ങാതെ കിടന്ന സ്വർണ്ണ വിപണിക്ക് ഇന്ന് ചെറിയൊരു ചലനം. ഗ്രാമിന് 20 രൂപ കൂടി 6,715 രൂപയായി. വിവാഹ സീസൺ അടുത്തപ്പോൾ സ്വർണ്ണവില ഉയരുന്നത് വധൂവരന്മാരുടെ ബന്ധുമിത്രാദികൾക്ക് പാരയാണ് എന്ന് പ്രത്യേകം പറയേണ്ട. വെള്ളിക്കാണെങ്കിൽ 4 ദിവസമായി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 93 രൂപ തന്നെ. പക്ഷേ പരസ്യവാചകം പോലെ വെള്ളി വാങ്ങി വീട്ടിൽ വെച്ചിട്ട് എന്തിന്? ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.